നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നാളെയാണ് ആ പോരാട്ടം. FC ബാഴ്സലോണയും ചെൽസിയും തമ്മിൽ സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ഏറ്റുമുട്ടുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ എല്ലാവരും കാത്തിരിക്കുന്ന പോരാട്ടങ്ങളിലൊന്ന്. നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ഈ കളി നടക്കുന്നത്. നിലവിൽ ബാഴ്സലോണ 4 കളികളിൽ നിന്ന് 7 പോയിൻറ്റോടെ 11ാമത്, ചെൽസിയും 4 കളി 7 പോയിൻറ്റ് 12ാമത്. ഇതാണ് UCL സ്ഥിതിവിശേഷം. ഏതായാലും ഇപ്പോൾ ബാഴ്സ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ മത്സരത്തിനുള്ള. അതിൽ സൂപ്പർ താരം പെഡ്രി ഇല്ല. പെഡ്രി വിൽ നോട്ട് പ്ലേ അഗെയിൻസ്റ്റ് ചെൽസി ടുമാറോ. ഹീ ഈസ് ഔട്ട് ഓഫ് ദി സ്ക്വാഡ് ലിസ്റ്റ്. എന്നാൽ ഫ്രങ്കി ഡിയോങ് സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അദ്ദേഹം ലണ്ടനിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മാർക്കസ് റാഷ്ഫോർഡിന് മെഡിക്കൽ ഗ്രീൻ ലൈറ്റ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം കളിക്കും എന്നുള്ളൊരു ശുഭവാർത്തയുമുണ്ട്. അപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ് നമുക്ക് നോക്കാം. ഗോൾ കീപ്പർമാരായിട്ട് ജോൻ ഗാർഷ്യ, ഷെസ്നി, കൊച്ചൻ എന്നിവരാണുള്ളത്. ഡിഫൻഡർമാരായിട്ട് ബാൽഡെ, റൊണാൾഡോ അറൗഹോ, കുബാർസി, ക്രിസ്റ്റ്യൻസൻ, ജെറാർഡ് മാർട്ടിൻ, കൂണ്ടെ, എറിക് എന്നിവരുണ്ട്. മധ്യനിരയിൽ ഫെർമിനും കസാഡോയും ഒൽമോയും ഫ്രങ്കി ഡിയോങ്ങും ബെർണാലും റോയുമാണുള്ളത്. മുന്നേറ്റ നിരയിൽ ഫെറാനും ലെവൻഡോസ്കിയും ലാമിൻ യമാലും റാഫീഞ്ഞയും റാഷ്ഫോർഡും റൂണിയുമുണ്ട്. തീർച്ചയായിട്ടും ഫുൾ ശക്തിയിൽ കളിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് FC ബാഴ്സലോണയുള്ളത്. ലെവൻഡോസ്കിയും യമാലും അതുപോലെ റാഫീഞ്ഞയും പോയ സീസണിൽ അവരുടെ മുന്നേറ്റത്തെ തീപിടിപ്പിച്ചവരാണ്. അവർ ഒരുമിച്ച് ഇറങ്ങിയേക്കും എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നു. എന്തായാലും സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ നിർണായകമായ പോരാട്ടം നാളെ രാത്രി ഇന്ത്യൻ സമയം 1:30. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.